നമസ്കാരം. ഗണപതി വട്ടം എന്നാണ് സത്യത്തിൽ ആ സ്ഥലത്തിൻ്റെ പേര്. ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് ഉദകമണ്ഡലം എന്നാണ്. തണുപ്പാണ്, വെള്ളമാണ്, അവിടെ ലേക്കുകളുണ്ട്. എപ്പോഴും പണ്ടൊക്കെ നൂലുമഴ പെയ്യാന്ന് പറയും, അതിന് കണക്കൊക്കെയും പറയും. അതുമാണ് അതിൻ്റെ പേര് ഉദകമണ്ഡലം എന്നാണ്. തൃശിവപേരൂർ, തിരുശിവപേരൂർ എന്ന് പറയാം, ത്രിശിവപേരൂർ, 3 ശിവക്ഷേത്രങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും നടുവിൽ വലിയ ക്ഷേത്രവും. അങ്ങനെ 3 ക്ഷേത്രം എന്നുള്ള അർത്ഥത്തിൽ തൃശിവപേരൂർ. അതിനെ തൃച്ചൂർ എന്നാക്കി മാറ്റി, കൊടുങ്ങല്ലൂരിനെ ക്രാങ്കന്നൂർ എന്നാക്കി മാറ്റി, അനന്തപുരത്തെ ട്രിവാൻഡ്രം എന്നാക്കി മാറ്റി, കൊല്ലത്തെ കൊയിലോൺ എന്നാക്കി മാറ്റി, തിരിച്ചു മാറ്റുന്നു. എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ശരികളല്ലേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോ വിളിച്ച പേര്, കുറ്റപ്പേര് പോലെ വിളിച്ച പേര്, അവർ നാക്കിന് വഴങ്ങാത്തതിൻ്റെ പേരിലായിരിക്കാം. ആ പേരല്ലല്ലോ നമ്മളുടെ പേര്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആ പേരാണോ കൊടുക്കുക? അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ആ പേരാണോ കൊടുക്കുക? ഇരട്ട പേര്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ്. അതിനെ ബാറ്ററി എന്നാക്കി മാറ്റി. ബാറ്ററി എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പടയെ കൊണ്ടു നിർത്തുന്ന സ്ഥലം. തൃശ്ശൂരിലൊരു പട്ടാളം റോഡ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതില്ല. പട്ടാളം റോഡ്, അവിടെയും ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിനെ കൊണ്ട് നിർത്തിയിരുന്നൊരു സ്ഥലമാണത്. അങ്ങനെ ആ ഏരിയ മുഴുവൻ പട്ടാളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ അതില്ല, പട്ടാളം ഇല്ല. വേണേ ആ റോഡിനൊരു പട്ടാളം റോഡെന്നൊരു പേരുണ്ടായിരിക്കാമെന്ന് മാത്രം. സുൽത്താൻ ബത്തേരിയുടെ പേര് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള അഥവാ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയിട്ട പേരെന്ന് പറയില്ലേ, കാലം സമർപ്പിച്ച പേര്, അത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആര് പറഞ്ഞാലും അതാണ് ശരിയെന്ന് പറയും ഞാൻ. ഹിന്ദു ഐക്യവേദി പറഞ്ഞാലും അത് തന്നെയാണ് ശരി. സർക്കാർ രേഖകളിലെല്ലാം ഇപ്പോഴും പലയിടത്തും മുമ്പ് പരിപൂർണമായിട്ട് നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന പേര് ഇപ്പോൾ അത് ടിപ്പു സുൽത്താൻ്റെ ഒരു ബന്ധം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബാറ്ററി മതി. ഗണപതി വട്ടം എന്ന് പറയുമ്പോൾ ഗണപതി എന്നുള്ള പേരുണ്ട്. ഹിന്ദുവിനെ കണ്ടുകൂടല്ലോ, ഹിന്ദു പേരുകൾ കണ്ടുകൂടല്ലോ, ഓണം കണ്ടുകൂടല്ലോ, വിഷു കണ്ടുകൂടല്ലോ, സന്യാസിമാരെ കണ്ടുകൂടല്ലോ. ഇപ്പോൾ ഭരണം ജിഹാദി ഭരണമാണല്ലോ, ജിഹാദി സ്റ്റേറ്റായിട്ട് മാറിയല്ലോ, അൽ കേരളമായിട്ട് മാറിയല്ലോ. ആയതുകൊണ്ട് തന്നെ ഗണപതി വട്ടം എന്നുള്ള പേര് വരരുത്. വേറെ എന്ത് പേര് വന്നാലും കുഴപ്പമില്ല. സൗദി അറേബ്യ എന്നിട്ടാലോ? ഏതായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദു ഐക്യവേദിക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അതിലേക്കായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം, അതാണ് മുമ്പ് പറഞ്ഞത്, തിരുശിവപേരൂർ അല്ലെങ്കിൽ ത്രിശിവപേരൂർ. അതിനെ തൃച്ചൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അതിനെ തൃച്ചൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, മറ്റേ കേരളമ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അവരുടെ മകന് നല്ലൊരു പേരിട്ടു. അദ്ദേഹം അങ്ങനൊരു ആളാണ്, കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്നാണ് ആളുടെ പേര്. ഭാര്യയുടെ പേര് സരസ്വതി ബാലകൃഷ്ണൻ. അവർ മകന് പേരിട്ടത് കശ്യപൻ എന്നാണ് പേരിട്ടത്. അങ്ങനെ സാധാരണ ആൾക്കാർ പേരിടാറില്ല. ഇപ്പം ഇന്നാളൊരു പേരിട്ടു വേദാന്ത്. അങ്ങനെ പുതിയ പേരുകൾ, നല്ല നല്ല പേരുകൾ കണ്ടെത്തുന്നു. പെൺകുട്ടികൾക്ക് ഗാർഗി, ആൺകുട്ടികൾക്ക് യാജ്ഞവൽക്യൻ, ഇങ്ങനെയൊക്കെ പേരുകൾ ഇടുന്നുണ്ട്. ആ പൈതൃകം കളയാതെ കശ്യപൻ എന്ന് പേരിട്ടിട്ട് അവരങ്ങനെ ആ കുട്ടി എന്താ വിളിക്കാറിയോ? കച്ചു കച്ചു കച്ചു, കച്ചറ കച്ചു കച്ചറ, കച്ചറ കച്ചു കച്ചു. ആലോചിച്ച് നോക്ക്. കച്ചു, കശ്യപ്, രണ്ടിനും 2 മാത്രകളേ ഉള്ളൂ. കശ്യപ്, കച്ചു. സംസ്കൃത ഗണന അനുസരിച്ച്, ഛന്ദസ്സിൻ്റെ ഗണന അനുസരിച്ച് 2 മാത്രമേ ഉള്ളൂ.
അനന്തനാരായണൻ എന്നുള്ള പേര് വേണമെങ്കിൽ അനന്തു എന്ന് വിളിക്കാം. അതിലൊരു മോശം വരുന്നില്ല. നേരെ വെച്ച് നാരായണൻ എന്നുള്ള പേര് നാരു എന്ന് വിളിച്ചാലോ? അപ്പം നമ്മൾ മാറ്റി വയ്ക്കണം. ഗണപതി വട്ടം ഒരിക്കലും ബാറ്ററി ആവുന്നില്ല. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് തന്നെ തുടരണം. കാരണം എന്താണ്? സുൽത്താൻ അതാണ് അതിൻ്റെ വാദം. അതേതരത്തും ഇങ്ങനെ പൂത്തൊലയല്ലേ. ഗണപതി വട്ടം എന്ന പേര് തിരികെ കൊണ്ടുവരാൻ സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടും. അതൊരു തുടക്കം മാത്രമായിട്ട് വെക്കാനേ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ സർക്കാരിൻ്റെ സ്ഥിതി എന്താണ്? ഇനി എത്ര നാടുകളിലെ പല നാടുകളുടെ പേരിൽ ഇനിയിപ്പോൾ ഈ മതേതരത്വത്തിൻ്റെ പേരിൽ വല്ല ഖലീഫയുടെ പേരിലോ ഷെയ്ഖിൻ്റെ പേരിലോ ആക്കി അതിനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഏതായാലും ഇതവിടെ കിടക്കട്ടെ. ഇനി ഗവൺമെൻറ് മാറി വരുള്ളൂ. ഇതവിടെ കിടക്കട്ടെ. സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് അവിടെ ഗണപതി വട്ടം എന്നുള്ള പേര് തിരികെ കൊണ്ടുവരണം എന്നുള്ള ആ ആവശ്യം അതവിടെ കിടക്കട്ടെ. നല്ല കാര്യമാണ്. ഒരു തുടക്കം. പേരുമാറ്റത്തിനായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. ഒരിക്കൽ കോഴിക്കോടുള്ളൊരു സ്വാമി അവിടെ പോയിട്ട് ബഹുമാനപ്പെട്ട അവിടെ ഗീത പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഗണപതി വട്ടം രാജ്യത്തിലെ അല്ലെങ്കിൽ ദേശത്തിലെ എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ പലരും കളിയായി. ഗണപതി വട്ടം? ഏത് ഗണപതി വട്ടം? ഈ ചാമിയാർക്ക് വട്ടാണെന്നെങ്കിലും ചോദിച്ചു. വരും എന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. ഇപ്പം പ്രയാഗ്രാജ് വന്നില്ലേ, ഇനി അഹമ്മദാബാദ് പോകും, ഹൈദരാബാദ് പോകും, സെക്കന്ദരാബാദ് പോകും, ഓക്കെയും പോകും. ഭാരതം തിരിച്ചു വരും. ഇത് ഭരതൻ്റെ ദേശമാണ്. ഭരതദേശഹിതായ ഭരതാദി മഹാമതി സേവിത. ഇത് ഭരതൻ്റെ ദേശമാണ്. അവിടേക്ക് തിരിച്ചു വരും. തൽക്കാലം ഒരു പ്രളയം വന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതിനു മുമ്പും ഈ ഗണപതി വട്ടം എന്നുള്ള പേര് പലരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ, ഇപ്പം അദ്ദേഹം ഡൽഹിയിൽ കൈകാര്യക്കാരനാണ്, ഈ സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചു. അത് വിവാദമല്ല, കളിയാക്കലായിരുന്നു. വട്ട്. ഇതുപോലെ ചിദാനന്ദപുരി സ്വാമികൾ ഇത് പറഞ്ഞപ്പോൾ ആ ചാമിയാർക്ക് വട്ട്. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആയുധപ്പുരയെ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ബാറ്ററി എന്നാണ് പറയുക. അതിൻ്റെ മലയാളം ബത്തേരി എന്നാക്കി മാറ്റി. യഥാർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്നാണ്. അതാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായിട്ട് മാറിയത്. മലയാളികളെ ആക്രമിച്ചവനാണ് ടിപ്പു സുൽത്താൻ. എല്ലാവർക്കും അറിയാം. ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിച്ചവനാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചവനാണ് ടിപ്പു സുൽത്താൻ എന്നറിയാം, നമുക്കറിയാം. ആയതുകൊണ്ടാണ് വീട്ടിൽ വളർത്തുന്ന പട്ടിയെ ഈർഷ്യയോടുകൂടി പട്ടിക്ക് പേര് ടിപ്പൂന്നാ. എവിടെ പട്ടിയുടെ പേര് ടിപ്പൂന്നാണ്. അങ്ങനെ ഇടാനുള്ള കാരണം അതാ. അതുപോലെ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ളതാണ് ടിപ്പു. മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൽ അദ്ദേഹത്തിൻ്റെ കുതിരയെ കൊണ്ട് കെട്ടുമെന്നാണ് പറഞ്ഞത്. ആ കുതിരയെ അവശേഷിച്ചില്ല, അങ്ങനെ അവശേഷിച്ചില്ല, അവിടെ എത്താനും പറ്റില്ല. പെരിയാർ നദീതീരത്ത് അവിടെ മയങ്ങി കിടക്കുന്ന സമയത്ത് പെരിയാർ അങ്ങോട്ട് ഉയർന്നു. ആരെ ഉയർത്തിയത്? പത്മനാഭൻ ഉയർത്തി. സംഭവം അതല്ല. അവിടെ ഉള്ള പശ്ചിമഘട്ടത്തിലുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ ആരോട് തുറന്നു വിട്ടു. അതന്നെ കേസ്. എല്ലാം വെള്ളത്തിലാണ്ട് പോയി, തിരിച്ചു വരേണ്ട വന്നു. അതിൻ്റെ ഒരാൾ കാൽമ വെട്ടി ഞൊണ്ടിക്കാലിലായിട്ട് മാറി. അങ്ങനെയാണ് മുടന്തൻ ടിപ്പു ആയിട്ട് മാറിയത്. പിന്നെ ടിപ്പു നടക്കുന്ന സമയത്ത് ബോട്ട് തുഴയുന്ന പോലെയാണ് ഇങ്ങനെയാണ് നടന്നിരുന്നത് മരിക്കുന്ന വരെ. അങ്ങനെ ആ ആളുടെ പേരിൽ, അയാളൊരു മുസ്ലിമാണെന്നുള്ളതിൻ്റെ പേരിൽ മുസ്ലിങ്ങളിപ്പോൾ അവിടെ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററി തന്നെ വേണമെന്നുള്ള രീതിയിൽ. ഏതായാലും അതൊരു അപമാനമാണ്. കേരളത്തിൽ വന്ന് കേരളത്തെ നശിപ്പിക്കുകയും
കേരളത്തിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഭംഗം വരുത്തി വയ്ക്കുകയും ഒരുപാട് മതപരിവർത്തനം നടത്തുകയും ചെയ്ത ടിപ്പു സുൽത്താൻ്റെ പേര് ഈ നാടിന് ആവശ്യമില്ലെന്ന് പറയേണ്ടത് ആരാ? മുസ്ലിങ്ങളാണ് പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്ന ഈ വിഷയം ഹിന്ദു ഐക്യവേദിയുടെ പുതിയ പ്രഖ്യാപനത്തോടെ വീണ്ടും സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേറെ കുറേ ആൾക്കാർ വന്നിട്ട് ആരാണ്? ഹിന്ദു ഐക്യവേദി വർഗീയതയുടെ ആൾക്കാരാണ്. കാരണം എന്താണ്? ഹിന്ദു ഐക്യവേദി ഹിന്ദുക്കളെക്കുറിച്ച് പറയുന്നു, മുസ്ലിം ലീഗ് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ കേസുകളാണ്, വീണ്ടും പറയുന്നു മാത്രം. മുസ്ലിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് മതേതരത്വമാണ്, ഇവിടെയോ വർഗീയതയാണ്. അതങ്ങനെ വരും. ശശികല ടീച്ചർ പറഞ്ഞത്, ഒരിക്കൽ ശശികല ടീച്ചറോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ടീച്ചർ ഒരുപാട് എന്താ കാര്യം, കാരണം ചെളിക്കുളമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. അതിലിങ്ങനെ ഒരു മൂലക്കൂടെ ടീച്ചർ കുറേശ്ശെ പശുവിൻ്റെ ശുദ്ധമായിട്ട് പാലൊഴിച്ചിട്ട് എന്താ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, പശുവിൻ്റെ പാല് മാത്രമാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ. ക്ഷീരസാഗരം പോലെയാണ് കേരളം കിടക്കുന്നതെങ്കിൽ, മാനസ സരോവരം പോലെ സ്വച്ഛന്തമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെളിക്കളമായതുകൊണ്ടല്ലേ നമ്മൾ വൃത്തിയാക്കാൻ നടക്കുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെന്നില്ല, അടുത്ത തലമുറയ്ക്ക് കിട്ടും. അടുത്ത തലമുറയ്ക്ക് കിട്ടിയിട്ട് അവർ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ ശശികല ടീച്ചർ കേരളത്തെ വീണ്ടെടുത്തോ എന്ന് പറയാനുമില്ല. എന്നെ മറന്നു പോയിക്കോട്ടെ, നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യുന്നു, ധർമ്മപൂർവ്വമുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നു, അത്രമാത്രം. ഗണപതി പട്ടമാണ് ശരി, ബാറ്ററി അല്ല ശരി. നമസ്കാരം.